എവറിത്തിങ് ഡയബറ്റീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസിൻ്റെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്, വിച്ച് ഈസ് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി അഥവാ പ്രമേഹം നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് ന്യൂറോപ്പത്തി എന്ന് പറയാം. അപ്പം ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 80% പ്രമേഹ രോഗികൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പം ഈ വളരെ കോമൺ ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ എന്നോടൊപ്പം എൻ്റെ വളരെ ക്ലോസ് സുഹൃത്തും സിൽവർ ലൈനിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റും ഡോക്ടർ സുരേഷ് കുമാറാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഡോക്ടർ സുരേഷ്, വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. നന്ദി എന്നെ ഇന്ന് ക്ഷണിച്ചാണ്. താങ്ക് യു. ഡോക്ടർ സുരേഷ്, ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് പ്രമേഹം എങ്ങനെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. ബട്ട് ഫണ്ടമെൻ്റലി ഇത് എന്തുകൊണ്ട് ഉണ്ടാവണം? ഇത് ബേസിക്കലി 3 കാരണം കൊണ്ടാണ് നമുക്ക് ഇതുണ്ടാവുന്നത്. ഒന്ന്, പ്രധാനമായിട്ടുള്ള രക്തക്കുഴലുകൾ ഓർ ബ്ലഡ് വെസൽസ് എന്ന് നമ്മൾ പറയും. അപ്പം ഈ ഞരമ്പിലേക്ക് അല്ലെങ്കിൽ നാഡികളിലേക്ക് പോകുന്നത് വളരെ ചെറിയ മൈക്രോ വെസൽസാണ് ഈ പോകുന്നത്, വളരെ ചെറിയ രക്തക്കുഴലുകളാണ്. അപ്പോൾ ഇത് ഹൈ ഷുഗറിലേക്ക് ഇത് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ ഞരമ്പുകൾ അടഞ്ഞു പോകും. സോ അത് കാരണം രക്ത ഓട്ടം കുറയും ഈ ഞരമ്പുകളിലേക്ക്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം, ദാറ്റ് ഈസ് ലോസ് ഓഫ് ബ്ലഡ് സപ്ലൈ ഓർ ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾക്കൊക്കെ ഒരു മെറ്റബോളിസം ഉണ്ട്. അത് ജീവിക്കുന്നതിന് അതിന് വേണ്ടിയുള്ള ന്യൂട്രിയൻസ് വരെയും അതിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്യുന്ന ടോക്സിൻസ് പുറത്തേക്ക് പോവുക, ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനെയും ഹൈ ഷുഗർ ലെവൽസ് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഈ ഞരമ്പുകൾക്ക് ഒരു മില്ലിയുണ്ട്, ഇക്കോസിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ആക്ച്വലി ഡിസ്റപ്റ്റഡ് ആവും ഡയബറ്റീസിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം കെമിക്കൽസ്, ചില ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഈ ഹൈ ഷുഗറിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ അതുണ്ടാവും. ആൻഡ് ഈ കെമിക്കൽസ് പതുക്കെ ഉണ്ടാവുന്ന ഡാമേജ് ചെയ്യും. സോ ഈ 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഡയബറ്റീസിൽ ഞരമ്പിനെ ബാധിക്കുന്നതും എഫക്റ്റഡ് ആവുന്നതും. പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ഈ ന്യൂറോപ്പത്തിക് സിംറ്റംസ്. അവർക്ക് തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ദേ ആർ അറ്റ് ലോസ് ഓഫ് വേർഡ്സ്, അല്ലെങ്കിൽ അവർക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെ ഒരു പ്രമേഹ രോഗിക്ക് ഇത് ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി ആണെന്ന് തിരിച്ചറിയാമെന്നുള്ള ഒരു ചർച്ച തീർച്ചയായിട്ടും നമ്മൾ തമ്മിലുണ്ടാവണം. സോ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഡെഫിനറ്റ്ലി ഡോക്ടർ ടോം. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ വളരെ നേരത്തെ തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ അത് എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 തരം സിംറ്റംസ് നമുക്ക് പറയാം. ഒന്ന് പോസിറ്റീവ് സിംറ്റംസ്, രണ്ടാമത് നെഗറ്റീവ് സിംറ്റംസ്. ഈ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഈ അമിതമായിട്ടുള്ള വേദന, പിന്നെ പേഷ്യൻസ് പുകച്ചൽ, പിന്നെ സൂചി കുത്തുന്ന പോലത്തെ വേദന, ഇതെല്ലാം ഒരു തരിപ്പ്, ഇതെല്ലാം ഒരു പോസിറ്റീവ് സിംറ്റംസാണ്. ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടു തുടങ്ങാറുണ്ട്. അപ്പോൾ ഇത് ആണ് പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെർവ് ഇറിറ്റേറ്റഡ് ആവുന്നതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസാണ്. രണ്ടാമത്തെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സിംറ്റംസാണ്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് നെർവ് ഫൈബേഴ്സ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസാണ്. അപ്പോൾ ഇവിടെ രോഗികൾ വേറെ രീതിയിലാണ് അത് പറയുന്നത്. എനിക്ക് കാല് നിലത്ത് കുത്തുമ്പം എനിക്കത് ശരിക്കും സ്പർശനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഞ്ഞയിൽ കൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ കാലവിടെ ഇല്ല, എനിക്ക് അവിടെ ചെരുപ്പ് എനിക്ക് സ്പർശിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സിംറ്റംസ് വരെ. അപ്പോൾ ഈ 2 രീതിയിലുള്ള സിംറ്റംസും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ പോസിറ്റീവ് സിംറ്റംസാണ് ആദ്യം വരുന്നത്, നെർവ് ഇറിറ്റേഷൻ കൊണ്ടുള്ള സിംറ്റംസ്. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് സിംറ്റംസും കൂടെ അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ ഏത് ഒരു രോഗലക്ഷണം വന്നാലും നമ്മൾ ഡോക്ടറിനെ നേരത്തെ തന്നെ കാണേണ്ടതാണ്. നമ്മുടെ ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും
നമ്മുടെ പേഷ്യൻസിൻ്റെ മനസ്സിൽ കൂടെ പോണത് ഈ നാഡികൾ എന്ന് പറയുമ്പം നമുക്ക് ഇതിന് ഒരു സെൻസറി കോമ്പണൻ്റ് ഉണ്ട്, ഒരു മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മസിലിന് ബലം കൊടുക്കുന്നതും ഈ ഞരമ്പാണ്. നമ്മുടെ സ്പർശന ശക്തിയും അതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഞരമ്പ്. അപ്പം അതൊരു കൺഫ്യൂസിങ് ആയിട്ട് മാറാറുണ്ട് നമ്മൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു നാഡിയെ സംബന്ധിച്ചോളം അത് രണ്ട് രീതിയിലാണ് ബോഡീനെ അത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് മോട്ടോർ കോമ്പോണൻ്റ് എന്ന് പറയും. മോട്ടോർ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസിൽസിനെ മൂവ് ചെയ്യുക, അതിന് ബലം കൊടുക്കുക. അപ്പം ഇതെല്ലാം ആ നാഡിയുടെ മോട്ടോർ കോമ്പോണൻ്റ് ആയിട്ട് വരും. സെൻസറി കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉള്ള ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഈ സ്പർശന ശക്തികളിലുള്ള വ്യത്യാസങ്ങൾ, ലൈക്ക് നമുക്ക് പുകച്ചിലുണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞു മുളക് പുരട്ടുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ പഞ്ഞി കൂടെ നടക്കുന്ന ഒരു സെൻസേഷൻ, കോട്ടൺ വൂൾ സെൻസേഷൻ എന്ന് പറയും. ഇതെല്ലാം അതിൻ്റെ സെൻസറി കോമ്പൗണ്ട്. അപ്പം ഞരമ്പനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഈ അസുഖത്തിനെ നമുക്ക് അതിൽ ഒരു പ്യുവർ മോട്ടോർ ന്യൂറോപ്പതി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്യുവർ സെൻസറി ന്യൂറോപ്പതി എന്ന് പറയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് രണ്ടും കൂടി ചേർന്നാണ് കാണുന്നത്. വി കോൾ ഇറ്റ് ദ മോട്ടോർ സെൻസറി ഓർ സെൻസറി മോട്ടോർ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. പറയുന്നത് ഒരു ന്യൂറോ മീൻസ് അതിൻ്റെ സ്പർശന ശക്തിയുടെ ഒരു കോമ്പണൻ്റ് ഉണ്ട്, ഈ മസിലിൻ്റെ ബലത്തിൻ്റെ ഒരു കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഓഫൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. അതുകൊണ്ടാണ് ഡയബറ്റിക് സെൻസറി മോട്ടോർ ന്യൂറോപ്പതി നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മിക്സ് ന്യൂറോപ്പതി എന്നായിരിക്കും അതിനെ നമ്മൾ പറയുന്നത്. സോ ഇത് നമ്മൾ സാധാരണ കാണുന്ന ന്യൂറോപ്പതിയാണ്. ഒരു 90% ആൾക്കാരും വളരെ ഏർലി വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ സെൻസറി സിംറ്റംസും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മോട്ടോർ സിംറ്റംസും ഒക്കെ പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം വിട്ട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ന്യൂറോപ്പതി ഉണ്ട്. അതിനെ നമ്മൾ ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഡാൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി നമ്മൾ പ്രധാനമായിട്ടുള്ള ഓർഗൻസ്, ലൈക്ക് നമ്മളെ ഹാർട്ട്, കിഡ്നീസ്, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആമാശയത്തിൻ്റെ കൺട്രോൾ, പിന്നെ ബന്ധപ്പെടാനായിട്ടുള്ള സെക്ഷുവൽ, ഇതിൻ്റെ എല്ലാം നെർവ് കൺട്രോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വഴിയാണ് നടക്കുന്നത്. ഡയബറ്റീസ് ഇതിനെയും ബാധിക്കും, ഈ ഞരമ്പുകളെയും ബാധിക്കും. ഇതാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ് ഓഫ് ന്യൂറോപ്പതി. ബിക്കോസ് വൺസ് യു ഡെവലപ്പ് ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി, നമുക്ക് എന്നും എപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനോ ഒരു ഹൃദയസ്തംഭനം ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എല്ലാവരും പേടിക്കേണ്ടത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുരുഷന്മാരിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷനും ഇതുമൂലം വരാം. ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ഓട്ടോണോമിക് ഡിസ്ഫങ്ഷനിൽ വരുന്ന ഒരു സിംറ്റമാണ്. അത് ഒരു 5 വർഷം ഡയബറ്റീസ് അല്ലെങ്കിൽ 7 വർഷം ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ തന്നെ ഈ പതുക്കെ ഈ ഓട്ടോണോമിക് ഇമ്പോർട്ടൻസ് ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയാം, അത് വരും. അത് ആണ് ഏർലിയസ്റ്റ് സിംറ്റം. അത് വരുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കണ്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ മറ്റുള്ള ഓർഗൻസിനെയും സ്ക്രീൻ ചെയ്യണം, ലൈക്ക് ഹാർട്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി, പിന്നെ ആമാശയം. സോ ഇതെല്ലാം ഓട്ടോണോമിക് സിസ്റ്റം വഴി കണക്ട്. നമ്മൾ പറഞ്ഞല്ലോ ഡയബറ്റിക് ന്യൂറോപ്പത്തി അഥവാ ഈ പ്രമേയ രോഗികൾക്ക് ഡയബറ്റിക് നെർവ് ഞരമ്പുകളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കോമൺ ആയ സ്ഥിതിക്ക് ഇത് ഒരു ഫർദർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിൽ നമ്മൾ എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? നമ്മൾ ന്യൂറോപ്പത്തി വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്, അതിൽ ഒരു സംശയമില്ല. അപ്പം സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് ഏത് രോഗം, ഏത് കോംപ്ലിക്കേഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അതിനെക്കുറിച്ച്. അപ്പം ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കാലിലൊരു ചെറിയ തരിപ്പോ മരവിപ്പോ 2 കാലിൽ ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ വിരലുകൾ നിന്നാണ് തുടങ്ങുന്നത്, കാലിൻ്റെ വിരലുകൾ, തള്ളവിരലുകൾ, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ സിംറ്റം വരുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ചെറിയ രീതിയിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ തുടക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ സമയമായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇതിനെ ഫർദർ സ്ക്രീൻ ചെയ്യാനായിട്ട്. അപ്പം ഐദർ നിങ്ങൾ ഡയബറ്റിക് ഫിസിഷ്യൻ ഡോക്ടറോ
അല്ലെങ്കിൽ നമ്മൾ എൻഡോക്രൈനോളജി. യൂഷ്വലി ഇത് നമ്മുടെ ആനുവൽ ചെക്കപ്പിൽ വി ഓൾവേസ് ഇൻക്ലൂഡ് ദിസ്. യെസ്, ബിക്കോസ് ഇത് സർവ്വസാധാരണയായതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഉണ്ടാറുണ്ട്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ പറഞ്ഞാൽ സാധാരണ രീതിയിൽ വളരെ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് വളരെ സെൻസിറ്റീവായിട്ട് കിട്ടുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് പറഞ്ഞാൽ. അതിന് വലിയ കോസ്റ്റ് വരാൻ പാടില്ല. അപ്പം നമുക്ക് ഈ മോണോഫിലമെൻ്റ് പോലെ നമുക്ക് കാലിൽ വെച്ചിട്ട് പലവരും ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമ്മളിപ്പോൾ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ സ്പർശനം, പിന്നെ ബയോസ്റ്റിയോമീറ്റേഴ്സ്, അതിൽ നമുക്ക് വൈബ്രേഷൻ പെർസീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മോണോഫിലമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നാര് പോലത്തെ ഇത് ബക്കിൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് 10 ഗ്രാമിന്റെ പ്രഷറിൽ ബക്കിൾ ചെയ്യണമെങ്കിൽ ഈ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ അത് ആ ഏരിയ സെൻസേഷൻ കുറഞ്ഞു, അത് നമ്പായി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ ടെസ്റ്റാണ്. നമുക്ക് നമ്മൾ ഔട്ട് പേഷ്യനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനും പിന്നെ കുറച്ചുകൂടി ഈ വൈബ്രോമീറ്റേഴ്സൊക്കെ അത് മെഷീൻസാണ്, അതിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടാവും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നുള്ളത്, ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലി നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ഇതിൻ്റെ തുടക്കം ഉണ്ടെങ്കിൽ ഓരോ കൺസൾട്ടേഷനും വരുമ്പോൾ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക പേഷ്യൻസിനെ. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ അത് കൂടി വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി സ്റ്റഡി എന്ന് പറയും, NCV. അപ്പം ഇതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് ഏത് ടൈപ്പ് നെർവ്സ് ആണ് ഇൻവോൾവ് നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മോട്ടോർ നെർവ് ആണോ, സെൻസറി നെർവ് ആണോ, അല്ലെങ്കിൽ 2 തരത്തിലും നെർവ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടോ, കാലിൻ്റെ നെർവ് മാത്രമാണോ ഇൻവോൾവ്, അത് കൈയുടെയും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്, അത് രണ്ടും ഇൻവോൾവ്. ഇതൊക്കെ നമുക്ക് ഒരു നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി സ്റ്റഡി കൂടി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഡിസ്റ്റൽ നെർവ്സ്, പിന്നെ കാലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഞരമ്പുകൾ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അത് പ്രോക്സിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ മോൾ ഭാഗത്തുള്ള ഞരമ്പുകളും അതും എഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം നെർവ് കണ്ടക്ഷൻ വെലോസിറ്റി കൂടെ നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ സിംറ്റംസും എക്സാമിനേഷനും അസുഖം കൂടുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യണം. ഡോക്ടർ സുരേഷ്, എൻ്റെ പേഷ്യൻസിൻ്റെ ഇടയിൽ ദിസ് എ ഹൈ ലെവൽ ഓഫ് ഫ്രസ്ട്രേഷൻ വിത്ത് ഈ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി മൂലം സഫർ ചെയ്യുന്ന പേഷ്യൻസിന് അത് ഇനി നിങ്ങൾക്ക് ഒന്നും തരാനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇത് എത്ര നാൾ ഞാൻ സഹിക്കുന്നു, എന്തോ ഒരു മരുന്ന് എടുക്കുന്നു എന്നുള്ള പലപ്പോഴും ഇതിന് ഒരു മോചനം ഉണ്ടോ എന്നൊരു ചോദ്യം പലപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ഉത്തരമാണ് ഈ പേഷ്യൻസിന് കൊടുക്കേണ്ടത്? ആദ്യം പ്രധാനമായിട്ട് പലവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന, ഡോക്ടർ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പഴയ പോലെ ഞങ്ങൾക്ക് ഞരമ്പുകളെ ആക്കാൻ പറ്റുമോ? അതിൻ്റെ നമുക്ക് പഴയ പോലെ ഡെഫിനറ്റ്ലി ആക്കാൻ പറ്റില്ല. ബിക്കോസ് ചെറിയ മെറ്റബോളിക് ചേഞ്ചസ് ഓൾറെഡി നെർവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ സ്റ്റേജ് വളരെ ഡിഫിക്കൽട്ടാണ്. യെസ്, വളരെ ഏർലി സ്റ്റേജസിൽ നമ്മൾ വെറും സെൻസറി സിംറ്റംസ് മാത്രം തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഡയബറ്റിക് കൺട്രോളും ഒക്കെ പെട്ടെന്ന് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ടു ആൻ എക്സ്റ്റെൻഡ് അത് റിവേഴ്സ് ചെയ്തെന്ന് വരാം. പക്ഷെ അത് വളരെ ഏർലി ആയിരിക്കണം. സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും കണ്ടുപിടിച്ച് വരുമ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഓൾമോസ്റ്റ് അതൊരു ഇറവേഴ്സിബിൾ സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ലെവൽസ് വളരെ അധികം കൺട്രോളിൽ കീപ്പ് ചെയ്യുക, നമ്മൾ ഡയറ്റ് വളരെ അധികം കൺട്രോളിൽ കീപ്പ് ചെയ്യുക, ബോഡി വെയ്റ്റ് നമ്മൾ കൺട്രോളിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൻ്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, ബിക്കോസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. യെസ്, അപ്പം ഷുഗർ മാത്രമല്ല, ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒരുമിച്ച് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ലേ. ബിക്കോസ് നമ്മൾ നേരത്തെ ഡയബറ്റീസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ ടെൻഷനും ഡിസ്ലിപ്പിഡീം അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഇത് ഒക്കെ ബ്ലഡ് വെസലിനെ ബാധിക്കും, അല്ലെങ്കിൽ രക്തകോശങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അപ്പം മിക്കപ്പോഴും ഇത് മൂന്നും കൂടി ഒരുമിച്ച് പലവരയിലും നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ വളരെ ഏർലി എൻഡ് ഓർഗൻ ഡാമേജ് അവർക്ക് വരാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ ഒപ്പം
ബ്ലഡ് പ്രഷേഴ്സിനെയും ഡയബറ്റിക് ഡിസ്ലൈപ്പിഡീമിയ ഇതിനെ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. ആൻഡ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റീസ് പേഷ്യൻസിന് ഈ ഡിസ്ലിപ്പിഡീമിയയുടെ ലെവൽ ഉണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന അത് മച്ച് ലോവറാണ് മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഒരു സാധാരണ ആൾക്കാർക്ക് 200 തൊട്ട് 220 ഇടയ്ക്ക് നമ്മൾ വെക്കാൻ നോക്കിയ ഡയബറ്റിക് പേഷ്യൻസ് അത് 200 താഴെ നമ്മൾ കീപ്പ് ചെയ്യണം. സോ ബ്ലഡ് പ്രഷേഴ്സും കുറച്ചുകൂടെ ടൈറ്റർ കൺട്രോൾ ഉണ്ട്. ഇത് പലവർക്കും അറിയില്ല. ഡയബറ്റിക് ന്യൂറോപ്പത്തി മൂലം നമ്മുടെ നല്ലൊരു ഭാഗം പേഷ്യൻസിന് ഉറക്കത്തിന് ഇത് ബാധിക്കാറുണ്ട്. ആൻഡ് നമ്മുടെ അടുത്ത് ഇത് മൂലം പല ടൈപ്പ് സിംറ്റംസ്, മീൻസ് ഇപ്പം ഉറങ്ങുമ്പം കാല് തണുക്കണു, ഫാനിൻ്റെ ഇത് കാറ്റ് ഈവൻ ചെറുതായിട്ടൊന്ന് തട്ടിയ അത് അവർക്ക് ഉറക്കം പോകുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷെ ചുരുക്കത്തിൽ അവർ വളരെ അൺഹാപ്പിയാണ് ബിക്കോസ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് എലാബറേറ്റ് ചെയ്ത് തരുമോ? ഡെഫിനറ്റ്ലി. അത് ഡയബറ്റീസ് വരുമ്പം ഉറക്കം യൂഷ്വലി ഡയബറ്റീസും ഉറക്കവും തമ്മിൽ ഒരു 2-way കണക്ഷനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സാധാരണ ഉറക്കക്കുറവുള്ളവർക്കാണ് കൂടുതലും ഡയബറ്റീസ് ഉണ്ടാവാനുള്ളൊരു സാധ്യത വരുന്നത്. സ്ട്രെസ്, ഉറക്കക്കുറവ് ഇതെല്ലാം ലീഡ്സ് ടു ഡയബറ്റീസ്. ഇറ്റ്സ് ആസ് റിസ്ക് ഫാക്ടേഴ്സ്. അതേസമയം ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് ഉറക്കത്തിനെ ബാധിക്കും. അത് ഉറക്കത്തിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈ ലെവൽ ഓഫ് ഷുഗർ ക്യാൻ എഫക്റ്റ് യുവർ സ്ലീപ്പ്. സോ സ്ലീപ്പ് നഷ്ടപ്പെടാം അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലെങ്കിൽ. രണ്ടാമത്തത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോപ്പതിയുടെ സിംറ്റംസ് കൊണ്ട് തന്നെ ഉറക്കം പോകാം. ലൈക്ക് നമ്മൾ സെൻസറി ന്യൂറോപ്പതി പറഞ്ഞു, പുകച്ചിൽ, വേദന, കൊളുത്തിപ്പിടുത്തൽ, ക്രാംപ്സ്, ഇതെല്ലാം രാത്രിയാണ് ഉണ്ടാവുന്നത്. ന്യൂറോപ്പതി ഡയബറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ സിംറ്റംസ് എല്ലാം കൂടുതലും ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്താണ്. അപ്പം ഇത് കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ബിക്കോസ് ആ സമയത്താണ് വേദനയൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പം അത് ഒരു പ്രോബ്ലമാണ്, ഈ പോസിറ്റീവ് സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടാമത്തെ പ്രോബ്ലം ഇവർക്ക് ഉറക്കം റിലേറ്റഡ് ആയിട്ടുള്ള ചില റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം അല്ലെങ്കിൽ പീരിയോഡിക് ലിംബ് മൂവ്മെൻറ്റ്സ് ഇൻ സ്ലീപ്പ് എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റ്സ് കൂടുതലും ഇവരയിൽ കാണാറുണ്ട്. ഇപ്പം ഞാൻ പറയാം, RLS അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെ കാല് നമ്മളിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. വി ഫീൽ ആൻ അർജ് ടു മൂവ് ദാറ്റ് ലെഗ്. അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു കംഫർട്ട് കിട്ടുന്ന പോലെ തോന്നും. പക്ഷെ അത് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം അവിടെ നഷ്ടപ്പെടുന്നത് നമ്മളെ ഉറക്കമാണ്. സോ ദിസ് ഹാസ് ഗോട്ട് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ടു ഡയബറ്റീസ് ആൻഡ് ന്യൂറോപ്പതി ആൻഡ് ഓൾസോ ടു സം അതർ ഫാക്ടേഴ്സ് ലൈക്ക് ചിലപ്പം ബോഡി അയൺ കണ്ടൻസ് കുറയുക, അയൺ മെറ്റബോളിസം കുറയുക. അപ്പോൾ ഇതൊക്കെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പം അതുവഴിയും സ്ലീപ്പ് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷനാണ്. ആദ്യം എന്താ വരുന്നതിനുള്ള. അപ്പം ഞാൻ പറയുന്നു, സ്ട്രെസ് ആൻഡ് പുവർ സ്ലീപ്പിന് ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുന്നു. വൺസ് ഡയബറ്റീസ് ഉണ്ടായ ന്യൂറോപ്പതി കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ. നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തി ഒരു ദുരിതം പിടിച്ച ഒരു അവസ്ഥയാണ്. ആൾക്കാരുടെ ഉറക്കം നഷ്ടപ്പെടുത്താം, അവർക്ക് ഒരു ഫ്രസ്ട്രേറ്റഡ് മീൻസ് ഒരു ഹോപ്പില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവാം, ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നമുക്ക് ഏത് അസുഖവും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് കോൾഡ് എ പ്രൈമറി പ്രിവെൻഷൻ. സോ നമ്മൾ തുടക്കത്തിലേ തന്നെ ഇപ്പം നമുക്ക് നമ്മളെ ഫാമിലിയിൽ ഡയബറ്റിക് ഹിസ്റ്ററി ഉണ്ട്, അച്ഛനും അമ്മയും രണ്ടുപേർക്കും ഡയബറ്റീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിസ്ക് ഓഫ് ഹാവിങ് ഡയബറ്റീസ് വെരി വെരി ഹൈ. സോ നമുക്ക് ഡയബറ്റീസ് വരുന്നതിൻ്റെ മുന്നേയോ അല്ലെങ്കിൽ ഏർലി ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടെ നമുക്ക് ന്യൂറോപ്പത്തി ഡെവലപ്പ് ചെയ്യുന്നതും ഡയബറ്റീസിൻ്റെ മറ്റുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് തടയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരാൾ നേരത്തെ തന്നെ അവർ റെഗുലർ എക്സസൈസിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു, ഒരു ദിവസം 40 മിനിറ്റ് നടക്കുന്നു, മോസ്റ്റ് സിമ്പിൾ എക്സസൈസ്.
അല്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റുന്നെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. എക്സസൈസ്, കീപ്പിംഗ് അവർ ബോഡി വെയ്റ്റ് വിത്തിൻ ഐഡിയൽ ലിമിറ്റ്സ്, ഇതിൽ കൂടെ അത് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു വളരെ അധികം നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ കേസ് അവർ സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്മോക്കിംഗ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്, അതിലൊരു സംശയവുമില്ല. ആൽക്കഹോളിനെ കുറിച്ച് രണ്ട് രീതിയിലും പറയുന്നുണ്ട്. മോഡറേറ്റ് സോഷ്യൽ ഡ്രിങ്കിങ് ഷുഡ് ഈസ് ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ആൽക്കഹോളിസം. നമ്മൾ അമിതമായിട്ടുള്ള മദ്യം കൺസപ്ഷൻ തീരെ പാടില്ല. ആൻഡ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഓൾസോ ഇസ് ഹൈ കാലറീസ്. അപ്പോൾ അത്രയും എക്സ്ട്രാ കാലറി നമ്മുടെ ബോഡിയിലേക്ക് ആൽക്കഹോൾ വഴി നമ്മൾ കയറ്റുക. ആൽക്കഹോൾ ഞരമ്പിന് ഒരിക്കലും നല്ലതല്ല. ഡയറക്റ്റ് ടോക്സിൻ എഫക്ട്സും വരുന്നുണ്ട്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് എഫക്റ്റ് ആൽക്കഹോളും കൂടി ഡയറക്റ്റ്ലി നെർവിൻ്റെ പുറത്ത് ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഒരു ഡ്യുവൽ കൈൻഡ് ഓഫ് ഇതാണ് നമ്മൾ അപ്പോൾ നമ്മളെ നെർവ്സിനെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആൽക്കഹോൾ സ്റ്റോപ്പ് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം രാവിലെ എണീറ്റാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ കണ്ണാടി നോക്കുക എന്നുള്ളതാണ്. ലുക്കിംഗ് അറ്റ് ദ മിറർ. സോ വി വോണ്ട് ടു ലുക്ക് ഹൗ വി ലുക്ക് ലൈക്ക് ഇൻ ദ മിറർ. അങ്ങനെ തന്നെ നമ്മളെ കാലിനെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. സോ എവറി ഡേ യു ഷുഡ് ലുക്ക് അറ്റ് യുവർ ലെഗ്സ്, യുവർ ഫുട്ട്, ബോത്ത് സൈഡ്സ്. ഈ വിരലുകൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചുമന്ന കളറിൽ റെഡ്നെസ് വരുന്നുണ്ടോ, സ്കിൻ ചേഞ്ചസ് വരുന്നുണ്ടോ, ഇതൊക്കെ പൊതുവെ ഏർലി ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പലപ്പോഴും കാണുന്നത് നമ്മുടെ ലെഗ്സ് മോസ്റ്റ് ഓഫ് ആർ പേഷ്യൻസ് നെഗ്ലെക്ട് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. അവരുടെ പാദരക്ഷ അല്ലെങ്കിൽ ഫുട്വെയർ വളരെ മോശം അവസ്ഥയിലായിരിക്കും, ഉണങ്ങി പൊട്ടി, അതൊന്നും അവർ നോക്കത്തില്ല. നോക്കുമ്പോൾ മുഖം മാത്രം നോക്കും, മുഖം മാത്രം നോക്കില്ല. എക്സാക്ട്ലി. സോ ദാറ്റ് ലീഡ്സ് ടു ഓൾ കൈൻഡ് ഓഫ് ഡയബറ്റിക്. അവിടെ നിന്ന് പിന്നെ ചെറിയ രീതിയിലുള്ള മൈക്രോ അൾസേഴ്സ് വരും, അത് വ്യാപിച്ച് വലിയ അൾസേഴ്സ് ആവും. പിന്നെ അവിടെ നിന്നുള്ള കോംപ്ലിക്കേഷൻ പറയേ വേണ്ട. സോ ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടെ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങുക. വൺസ് യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് ഡയബറ്റീസ് ഓർ ഇഫ് യു ഹാവ് എ ഹൈ റിസ്ക് ഓഫ് ഡയബറ്റീസ് ഇൻ ദ ഫാമിലി. ഇന്നത്തെ എവറിത്തിങ് ഡയബറ്റീസിൽ നമ്മൾ ഡയബറ്റീസും ഞരമ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇത് നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്ത് ഡോക്ടർ സുരേഷ് കുമാറാണ്. ആൻഡ് വളരെ നല്ല രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് എപ്പിസോഡ്.